നമസ്കാരം. 2024 ഡിസംബർ മാസം മുതൽ 2025 ജനുവരി 6-ാം തീയതി വരെ ചെറുതും വലുതുമായ നിരവധി വാഹന അപകടങ്ങൾ നടന്ന നെട്ടേത്തറ, അതായത് ചടയമംഗലം നെട്ടേത്തറ ജംഗ്ഷനിലാണ് സാക്ഷി TV ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ പ്രദേശവാസികൾ അവർ ചില പരാതികൾ ഉന്നയിക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് കേട്ടുവരാം. എന്താണ് ഇതിന് പ്രധാന കാരണങ്ങൾ? പ്രധാന കാരണം റോഡിന്റെ പുനർനിർമ്മാണം നടത്തിയ റോഡിന്റെ ശരിയായിട്ടുള്ള രീതിയിൽ, അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള നിർമ്മാണമാണ് പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത്. ഏറ്റവും കൂടുതൽ ഇവിടെ യാതൊരു വിധമായ നിയന്ത്രണങ്ങളും ഇല്ലാതെയാണ് വാഹനങ്ങൾ ഓടുന്നത്. ഒരു നിയന്ത്രണവും ഇല്ല. നേരത്തെ ആദ്യകാലങ്ങളിലൊക്കെ പല രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു 6-7 വർഷത്തിന് മുമ്പ് ഇവിടെ ബാരിക്കേഡ് വെച്ചിരുന്നു. ആ ബാരിക്കേഡ് എടുത്തു കളഞ്ഞു. അതിനുശേഷം പിന്നെ യാതൊരു വിധമായ രീതിയിലുള്ള നിയന്ത്രണങ്ങളില്ലാതെ, ഒരു ഇതുമില്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ സംവിധാനം പോകുന്നത് മൊത്തം. ഇപ്പോൾ ലൈറ്റുകൾ, രാത്രി ലൈറ്റില്ല, ഒരൊറ്റ ലൈറ്റില്ല. ഇന്നലെയും ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ വിളിച്ചപ്പോൾ ഇവിടെ KSTP നിർമ്മിച്ച ലൈറ്റുണ്ട്, അത് വർക്ക് ചെയ്യുന്നില്ല. ഹൈമാക്സ് ലൈറ്റുണ്ട്, അത് വർക്ക് ചെയ്യുന്നില്ല. ഇവിടെ ആകെ ഈ പഞ്ചായത്ത് മെമ്പർമാരുടെ കഴിവുകൊണ്ട് അവർ ചില ബൾബുകൾ മേടിച്ചിട്ട് അത് ആ ഒരൊറ്റ ഇതല്ലാതെ വേറെ യാതൊരു വിധമായ സംവിധാനങ്ങളും ഇല്ല. ഇന്നലെ പഞ്ചായത്തിൽ അവലോകന യോഗം നടന്നു എന്ന് പറയുന്നു. നെട്ടേത്തറയിലുള്ള 1-2 വ്യക്തികൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ നിൽക്കുന്ന ചെറുപ്പക്കാരൊക്കെയാണ് ഇവിടെ നടക്കുമ്പോൾ ആക്സിഡന്റ് ഉണ്ടാകുമ്പോഴത്തേക്ക് ഓടി നടന്ന് എടുക്കുന്നതുമല്ല. അവരെ ആരും ഇവിടെ ഒരു കാര്യങ്ങളും ചോദിക്കാതെ അവരോട് യഥാർത്ഥത്തിൽ ഈ റോഡിൽ നിൽക്കുന്ന ഡ്രൈവർമാരും ആട്ടോക്കാരും അവരൊക്കെയാണ് ഇതെല്ലാം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരോടൊന്നും ഒരു കാര്യങ്ങളും ചോദിക്കാറുമില്ല, പറയാറുമില്ല. നമ്മൾ എടുത്തും ഓടിയും ആക്സിഡന്റ് എടുക്കുമ്പോൾ ഓടി നടന്ന് എടുക്കേണ്ടതെല്ലാം ഈ ചെറുപ്പക്കാരും ഈ പ്രദേശത്തുള്ള ആൾക്കാരുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രദേശത്തുള്ളവരുമായിട്ടോ ഒന്നും യാതൊരു വിധമായ ഡിസ്കഷനും നടക്കുന്നതായിട്ട് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ എന്തായാലും ശരി, എന്തെങ്കിലും അടിയന്തരമായ രീതിയിൽ അടിയന്തരമായ ഇത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ വളരെ ദയനീയമാണ് നമ്മുടെ ഈ പ്രദേശത്ത് താമസിക്കുന്നവരുടെ കാര്യങ്ങൾ. ഒരാളിനെ ആക്സിഡന്റ് ആയിട്ട് നടക്കുമ്പോൾ കാണുന്നവർക്ക് പോയില്ല, അവരിൽ പോയി എടുക്കേണ്ടത്. പക്ഷെ അത് എടുത്തെടുത്ത് എല്ലാവരും മടുത്തു. ആ രീതിയിലാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരികൾ ഇലക്ട്രിസിറ്റിയിൽ ഇന്നലെ വിളിച്ചു. ഞാൻ തന്നെ വിളിച്ചു. ഞാൻ ഈ നിൽക്കുന്നവർ എൻ്റെ കൂടെ ചേർന്നിട്ട് ഞാൻ വിളിച്ചപ്പോൾ ഹൈമാക്സ് ലൈറ്റിന് അവർക്ക് ഉത്തരവാദിത്വമില്ല, അത് പഞ്ചായത്താണ് നോക്കേണ്ടതെന്ന് അവർ പറയുന്നു. പിന്നെ KSTP നിർമ്മിച്ച ലൈറ്റുണ്ട്, അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല എന്ന് പറയുന്നു. പിന്നെ ഇത് ആർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം? ഇപ്പോൾ സന്ധ്യയ്ക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് ഈ ഏരിയയിൽ വെട്ടമേ ഇല്ല. ഇത് ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങളെല്ലാം നടത്തുന്നു. ഹൈവേ പോലീസ് ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എന്നെ പിടിച്ചു നിർത്തി. ഞാൻ ചോദിച്ചു, സാറേ എന്തോ അത് ലൈസൻസ് വേണം. ഓക്കെ, ലൈസൻസ് വേണ്ടേ? അത് കാണിച്ചപ്പോഴത്തേക്ക് ഉടനെ വേറെ എന്തൊക്കെയോ. സാറേ നിങ്ങൾ ഇതൊന്നുമല്ല, വൈകുന്നേരം ആകുമ്പോൾ ഹൈവേ പോലീസ് റോഡിൽ ഇറങ്ങും. എനിക്ക് ഒരു പക്ഷേ ഏത് രീതിയിൽ വരുമെന്നറിയില്ല. പാവങ്ങൾ ഏതെങ്കിലും ജോലിയും കൂലിയും കഴിഞ്ഞ് വരുന്നവരെ പിടിച്ചിട്ട് നിന്റെ ലൈസൻസ് ഇല്ല, നിന്റെ പേപ്പർ അതില്ല, നിന്റെ ഇതില്ല എന്ന് പറഞ്ഞതിന് ശേഷം അവൻ രാവിലെ വൈകുന്നേരം വരെ പണിയെടുത്ത് വരുന്ന പൈസ പിടിച്ചു മേടിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വകുപ്പും നിയമങ്ങളും ഉള്ളത്. അവരോട് ചോദിക്കും, പറയാൻ മേലുദ്യോഗസ്ഥരെ ഞങ്ങൾക്ക് ആ രീതിയിലാണ് ഞങ്ങൾക്ക് ഇത് തരുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർക്കും ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ ഏരിയയിലുള്ള ചെറുപ്പക്കാരെല്ലാവരും ഇതിനൊരു നടപടി അടിയന്തരമായിട്ട് ഉണ്ടാവണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് ആരെയും കുറ്റപ്പെടുത്താനോ ആരോടും അവരാഗ്യോ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഈ ആക്സിഡന്റുകൾ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളെ മുമ്പിൽ ഇങ്ങനെ ജീവനുകൾ പൊളിയുമ്പോൾ മാനസികമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് പ്രയാസമുണ്ട്. അതിന് അടിയന്തരമായിട്ട് അധികാരികൾ എല്ലാവരും കൂടെ ചേർന്ന്, അതിനകത്ത് കക്ഷിയോ രാഷ്ട്രീയോ ഒന്നും നോക്കാതെ എല്ലാവരും കൂടെ ചേർന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യണമെന്നുള്ള റിക്വസ്റ്റ് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഒരാള് അവിടെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ക്രോസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഈ ഇരുട്ടത്ത് എങ്ങനെ ക്രോസ് ചെയ്യും? ഒരു കാരണവശാലും അത് ക്രോസ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരിപ്പോൾ ഇവിടെ ഈ വെട്ടിവെട്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് ഈ റോഡിൽ മൊത്തവും വേസ്റ്റുകൾ വെട്ടിവാരിയിട്ട് എല്ലാ മരങ്ങളെയും വേസ്റ്റുകൾ വെട്ടിവാരി ഈ റോഡിൽ അങ്ങനത്തെ ഈ അറ്റപ്പര കിടപ്പുണ്ട്. ഇതേപോലെ അതുപോലെ തന്നെ ഒരു 6-7 മണി കഴിഞ്ഞാൽ ഇവിടെ ലോറി വണ്ടികളെ ബഹളമാണ്. ഇത് കാരണം ഒരു കുഞ്ഞുങ്ങൾക്ക് അങ്ങോട്ട് പോകാനും എടുക്കാനും ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകാൻ പോലും ഒക്കാത്ത സ്റ്റേജാണ്. 7 മണിയാകുമ്പോഴത്തേനും ഇവിടെ ഒരു 7-8 ലോറി, തടി ലോറി കൊണ്ടുവരുന്നുണ്ട്. ഇതൊന്നും ഇതെല്ലാം പോട്ടെ, പോലീസുകാർക്കൊക്കെ ചെക്ക് ചെയ്യേണ്ടിയുള്ള കാര്യങ്ങളുണ്ട്. ഇതൊന്നും അവർ ചെയ്യുന്നില്ല. ഇത് മെയിനായിട്ട് ഞങ്ങൾക്ക് വേണ്ടിയുള്ളത് ഞങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്ത് പോവുക. ഇവിടെ ലൈറ്റും വെട്ടവും കാര്യങ്ങളും എല്ലാം വേണം. ഇവിടെ ഒരു 10-20 ആട്ടോളം ഉണ്ട്. ആട്ടോക്കാർക്ക് സാധ്യതയായിട്ട് ഓടാനാണ്. വെട്ടമടിച്ചില്ലാതെ എങ്ങനെ ആട്ടോക്കാർ ഓടും? ഇത് ക്രോസ് ചെയ്ത ഒരു കാരണവശാലും പോകാത്ത സ്റ്റേജാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ കുറച്ച് പേര് അധികാരികൾ ഇങ്ങോട്ട് വരുക, അവർ കുറച്ച് ന്യായങ്ങളും പറഞ്ഞ് ഡയലോഗും പറഞ്ഞിട്ടങ്ങ് പോവുക. അതിന്റെ കാര്യങ്ങൾ ഇത് ഓരോരുത്തരുടെ കാര്യങ്ങൾ തിരക്കണം. നെട്ടത്തറ ജംഗ്ഷനിൽ വന്നിട്ട് ഈ അപ്പുറം ഇപ്പുറം ബസ് സ്റ്റാൻഡ് ഉള്ളതാണ്. അവിടെ വന്നിട്ട് അവിടുത്തെ കാര്യങ്ങളും തിരക്കണം. ഇതെന്താണ് വിഷയം, ഇതെന്തുകൊണ്ട് ഇങ്ങനെ വരുന്നത് എന്ന് അവരാരും ചിന്തിക്കുന്നില്ല. അതൊന്നുമില്ല. അവർ ഏതെങ്കിലും ഒരു മൂലയിലും മുക്കിലും മുടിക്കലും വന്നിട്ട് പോയി കാര്യം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മളാരും ഇന്നുവരെ പ്രതികരിക്കാനോ ഒന്നിനോ ഒരു വീഡിയോയിലോ ഒന്നും വരാത്തൊരു പാർട്ടികളാണ്. പക്ഷെ നമ്മളിപ്പം വരുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു രാത്രി സന്ധ്യയായി കഴിഞ്ഞാൽ ഒരു ഒറ്റ കുഞ്ഞുങ്ങൾക്ക് അവിടെ നിന്ന് വണ്ടി ക്രോസ് ചെയ്യാക്കത്തില്ല. എങ്ങനെ ക്രോസ് ചെയ്യും? വെട്ടം വിളിച്ചുണ്ടെങ്കിൽ ക്രോസ് ചെയ്യാൻ പറ്റൂ.
ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്രോസ് ചെയ്യാൻ പറ്റൂ. അതേപോലെ തന്നെ ഇവിടെ ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് തടി ലോറികൾ കിണ്ടൽ കണക്കിനാണ് ഇവിടെ തടി ലോറികൾ വന്ന് കിടക്കുന്നത്. ഇതൊന്നും പ്രതികരിക്കാൻ ആരുമില്ല. ചടങ്ങത്തെ SIക്കും CIക്കും എല്ലാവർക്കും പ്രതികരിക്കാം. ഇവിടെ വന്ന് ഈ ലോറികൾ ഇങ്ങനെ ഇട്ടേക്കുന്നത് എന്തിനാണ്? അവരെ പേടിച്ചാണ്, അതായത് ഞങ്ങളെ ഇവിടെ ഞാൻ ശല്യം ചെയ്യാനാണ് ഇട്ടേക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും പ്രതികരിക്കാം. അതും ആരും പ്രതികരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കർശനമായിട്ട് അവരുടെ അടുത്ത് ചെന്നത്. അവരെല്ലാവരും പോവുകയും ചെയ്തു. നമുക്കിവിടെ ഈ നടത്തലിൽ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കും. അത്രയും നമുക്ക് പറയാം. വേറെ ഒന്നും പ്രത്യേകിച്ച് എനിക്ക് പറയാം. തിരിയപ്പെടുത്തൽ ഇവിടെ ആക്സിഡന്റ് ഉണ്ടാവും, ഭയങ്കരമായിട്ട് ആക്സിഡന്റ് ഉണ്ടാവും. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വിട്ടോ പിടിച്ചോ ഇല്ല. തടിലോറി കൊണ്ടുവന്ന് കുറുക്കെ ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് 9 മണി കഴിഞ്ഞാൽ ലാറി കൊണ്ടുവന്ന് ക്രോസ് ചെയ്ത് വെക്കുക. ചടയമംഗലത്തിൽ നിന്നൊരു വണ്ടി വെട്ടമ്പലത്തോട്ട് പോകുന്ന ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഇത് റോഡ് ഒരു കാരണവശാലും ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. 16 വട്ടം പറഞ്ഞതാണ്. അപ്പോൾ വരുന്ന വണ്ടിക്കാർ ഇവിടെ കൊണ്ട് നിർത്തും. ഈ ബസ് സ്റ്റോപ്പിന്റെ ബോർഡ് ഒരാളിന് കാണാൻ പറ്റത്തില്ല. ഈ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നിന്ന് വരുന്ന വണ്ടിക്കാർ നടുക്കൊണ്ട് നിന്ന് നിർത്തുമ്പോഴത്തേക്ക് സ്ട്രൈറ്റ് വരുന്ന വണ്ടിയിൽ എപ്പോഴായാലും ആക്സിഡന്റ്, ഏത് സമയത്തും ആക്സിഡന്റ്. റോഡ് ഇവിടെ നിന്ന് വരുന്ന വണ്ടിക്കാർ ഇവിടെ നിന്ന് പിള്ളേരന്മാർ ബൈക്കിൽ വന്നു കഴിഞ്ഞാൽ അവരെ കാണാൻ പറ്റത്തില്ല. വരുന്ന വണ്ടിക്കാർക്ക് കാണാൻ പറ്റത്തില്ല, ആക്സിഡന്റാണ്. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യരുത് വണ്ടി. ഇവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് മാറ്റി വണ്ടി നിർത്തിട്ട് അപ്പോൾ അവിടെ നിന്ന് വരുന്ന വണ്ടിക്കാർക്ക് സുഖമായിട്ട് കാണാം. ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ച് ചടയോട്ടോട്ട് പോകാൻ ഒരു വണ്ടി, ഒരു എമർജൻസി ഒരു ആട്ടോയോ ഒരു ടാക്സിയോ വന്നു കഴിഞ്ഞാൽ റോഡ് കാണാം. റോഡിന്റെ സെന്ററിൽ ഇറങ്ങിയേ പോകാൻ പറ്റും. സെന്ററിൽ ഇറങ്ങിയേ പോകാൻ ഒക്കും. ഈ പഞ്ചസാര തന്നെ 4 വട്ടം പറഞ്ഞത് അവിടെ വഴക്കുവരെ ഉണ്ടായതാണ്. ഏറ്റവും വലിയ പ്രശ്നം പാർക്കിംഗ് ആണ്. രണ്ടാമത്തത് ആളുകൾക്ക് റോഡ് ക്രോസ് ചെയ്യാൻ യാതൊരുവിധ ക്രമീകരണങ്ങളും ഇവിടെ ഇല്ല. സീബ്ര ലൈനുണ്ട്, പക്ഷേ വരുന്ന വണ്ടികളെ സീബ്ര ലൈനെ മൈൻഡ് ചെയ്യുന്നതേയില്ല. അവർക്ക് ഇവിടെ വാർണിംഗ് സൈൻ വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും കേരളത്തിലുള്ളവർക്ക് ബാധകമല്ല. അപ്പോൾ പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ബാധകമാകാൻ സാധ്യതയില്ലല്ലോ. ഇവിടെ ആളുകൾക്ക് കറക്റ്റായിട്ട് ക്രോസ് ചെയ്യാനുള്ള കറക്റ്റായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ MVD, PWD വേണ്ടപ്പെട്ട അധികാരികൾ എത്രയും വേഗം ചെയ്തു തരണം. പിന്നെ ഇവിടുത്തെ ലൈറ്റ് കാലങ്ങളായിട്ട് നമ്മൾ പറയുന്നതാണ്, ഇവിടെ ലൈറ്റ് വേണമെന്ന്. എല്ലാ അധികാരികളും ഈ കാര്യം പറയുമ്പോൾ മുഖം തിരിക്കുകയാണ് പതിവ്. പണ്ടില്ല, മറ്റുള്ള സാങ്കേതികമായ കാര്യങ്ങളാണ് പറയുന്നത്. ഞങ്ങൾക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ഇവിടെ ലൈറ്റ് വേണം, ഞങ്ങൾക്കിവിടെ സമാധാനപൂർവ്വം ജീവിക്കണം. പിന്നെ ഓരോ അപകടങ്ങൾ നടക്കുന്നത് മാത്രമേ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ. എത്ര നിയർ മിസ്സസ് ആണ് ഒരു ദിവസം ഇവിടെ ഉണ്ടാകുന്നതെന്നറിയാം. അതിനെപ്പറ്റി അധികാരികൾ ഈ നാട്ടിലുള്ളവരുടെ ഒരു ചർച്ച പോലും ചെയ്യാതെ ഏകപക്ഷീയമായി അവിടെ വന്ന് റോഡ് കണ്ടിട്ട് അവർ പോവുകയാണ് ചെയ്യുന്നത്. ഈ നാട്ടുകാരടുത്താണ് ചോദിക്കേണ്ടത് അവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്, എന്തെല്ലാം പ്രശ്ന പരിഹാരങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. ഇതെല്ലാം അവരും കൂടെ കേൾക്കേണ്ടതാണ്. പക്ഷെ ഇതൊന്നും ചോദിക്കാതെ ചെവിക്കൊള്ളാതെ അവർ ഏകപക്ഷീയമായി വരിക, എല്ലാം കാണുക, പോവുക.